നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് ഡേ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാണ് റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മളിന്ന് അതിലെ സെക്കൻഡ് മെത്തേഡാണ് പറയുന്നത്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഹിയർ ദിസ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ വേരിയസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. Step ladder method is used when various service departments are independent. That means this step ladder method is used when the service departments are or one service department receive service from other department, but no service is received return back. That is independent. അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് റിസീവ് ചെയ്യുന്നില്ല. ആ കേസിലാണ് നമ്മളെന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. സെവൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇപ്പോൾ ABC അല്ലെങ്കിൽ XYZ എക്സാമ്പിൾ നോക്കിക്കോ. എക്സും വൈയും സെഡും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈക്കും സെഡിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈക്കും സെഡിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ തിരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈന്നോ സെഡിന്നോ സർവീസ് തിരിച്ച് സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വൈ സെഡിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. വൈ സെഡിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ സെഡിൽ നിന്ന് തിരിച്ച് വൈ സർവീസ് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് എന്താ പറയുക, ഇൻഡിപെൻഡൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലേ. നമ്മൾ ഇന്നലത്തെ കേസിൽ നമ്മൾ എന്താണ് റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞത് എന്താണ്, അത് ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലേ. സി ഡി അല്ലേ, സിയുടെ സർവീസ് ഡി സ്വീകരിക്കുന്നു, ഡിയുടെ സർവീസ് തിരിച്ചും സി സ്വീകരിക്കുന്നു, അല്ല. അങ്ങനെയാണ് നമ്മൾ റീ അപ്പോർഷൻ ചെയ്തത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പരം പിന്നെ സർവീസുകൾ കൊടുക്കുകയും തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുക. ഇവിടെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിയർ ഇൻ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫസ്റ്റ് അപ്പോർഷൻഡ് ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ റീ അപ്പോർഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ദ കോസ്റ്റ് ഓഫ് ദി മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു ബി അപ്പോർഷൻഡ് ഫസ്റ്റ് ഡി. എന്ത് ചെയ്യണം, ആദ്യം റീ അപ്പോർഷൻ ചെയ്യേണ്ടത് ഏതാണ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം അപ്പോർഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് വിച്ച് വൺ ഈസ് ദി മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കണ്ടുപിടിക്കണം മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നമ്മൾ നെക്സ്റ്റ് ഇതിന് താഴെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് വെച്ചിട്ട് പറഞ്ഞുതരാം മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, and after that the cost of the next service department is apportioned to other department excluding the first one. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് എല്ലാ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അപ്പോർഷൻ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എ ബി സിയിൽ എന്താണ് മേ ബി സി ആയിരിക്കും എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ സി ആണ്, അല്ല നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ നോക്കിയോ XYZ, അല്ലേ. XYZൽ സർവീസ് എക്സ് ആണ് ഏറ്റവും മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്ത് ചെയ്യുക, ആദ്യം എക്സിൻ്റേത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് വൈക്കും സെഡിനും, അതുപോലെ തന്നെ ABC പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ABCക്ക് എന്ത് ചെയ്യുക, ABC പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്, എക്സും വൈയും സെഡും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എക്സിൻ്റെ ഓവർഹെഡ് എന്ത് ചെയ്യുക, മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എയ്ക്കും ബിക്കും സിക്കും എക്സിനും വൈക്കും എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യാം. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി സെഡ് ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് ആണ്. അപ്പോൾ സെഡിൻ്റെ എന്ത് ചെയ്യുക, എയ്ക്കും ബിക്കും സിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കും സിക്കും, അതുപോലെ തന്നെ എക്സിനില്ല, ആദ്യത്തേത് ഒഴിവാക്കുക. മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വീണ്ടും തിരിച്ച് സർവീസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ഒഴിവാക്കി നെക്സ്റ്റ് എന്ത് ചെയ്യുക, വൈക്കും എന്ത് ചെയ്യുക, എയും ബിയും സിയും അതുപോലെ വൈക്കും എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് അണ്ടിൽ ദി എക്സ്പെൻസ് ഓഫ് ദി ഓൾ ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ബീൻ അപ്പോർഷൻ ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുക, എത്ര സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ ഉള്ളത് അതനുസരിച്ച് എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക, അല്ലേ. എക്സിൻ്റെ എടുത്തു, സെഡിൻ്റെ എടുത്തു, ദെൻ നെക്സ്റ്റ്
വൈയുടെ എടുക്കുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓൾറെഡി അപ്പോർഷൻ ചെയ്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. Therefore, then this method is also known as the non-reciprocal elimination മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ ഏത് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡാണ് നമ്മൾ ആദ്യം റീഅപ്പോർഷൻ ചെയ്തത്. അപ്പോൾ എന്തില്ല, ഇനി ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നേയില്ല. അത് ഒഴിവാക്കിയിട്ടാണ് ഇനി അടുത്ത് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അതിനോട് എലിമിനേഷൻ മെത്തേഡ് എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇനി സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താണ്, then after the redistribution or reapportionment, then this shows the or this resembles like a step. അല്ല എന്ത് ചെയ്യുക, ഈ നമ്മൾ റീഅപ്പോർഷൻമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് ഏതിന് പോലെ ഉണ്ട്, റിസംബിൾസ് ലൈക്ക് എ സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് പോലെ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുക, അല്ലെ സ്റ്റെപ്പ് പോലെ, ചെറിയ സ്റ്റെപ്പ് തുടങ്ങി വലിയ സ്റ്റെപ്പിലേക്ക് പോകുന്നത്, അല്ലെ സ്റ്റെപ്പ് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് പറയുന്നതിനെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, അതനുസരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് X and Y and 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈം കീപ്പിംഗ്, സ്റ്റോർസ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കാം. എക്സും വൈയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അപ്പോൾ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്ന് എക്സ് ഒന്ന് വൈ. ദെൻ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതൊന്ന് ടൈം കീപ്പിംഗ്, രണ്ടാമത്തേത് സ്റ്റോഴ്സ്, ദെൻ മെയിൻ്റനൻസ്. അങ്ങനെയാണ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ് ആൻഡ് ദെൻ മൂന്നാമത്തേത് മെയിൻ്റനൻസ്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോസ് ദി ഫോളോയിങ് എക്സ്പെൻസസ്. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, ദാറ്റ് ഈസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, എക്സും വൈയും, അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സും ടൈം കീപ്പിങ്ങും മെയിൻ്റനൻസും. അപ്പോൾ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻഫോർമേഷൻ, നമ്പർ ഓഫ് എംപ്ലോയീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം. ദെൻ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും. ദെൻ മെറ്റീരിയൽ സ്റ്റോഴ്സ് റിക്വസിഷൻ തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മിഷൻ അവേഴ്സ്, എക്സിൻ്റെ വൈയുടെ മിഷൻ അവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അപ്പോർഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിന്നെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും എന്ത് ചെയ്യാം, അത് ഓക്കെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം തരും കേട്ടോ. സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറയും. ഇനി അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല നമ്മളിവിടെ പിന്നെ ഇത് ടേബിൾ വരയ്ക്കേണ്ടത്. ഇവിടെ വരയ്ക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് 3 കോളം വരണം. ഫസ്റ്റ് കോളം ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തെ കോളം ബേസിസ്, മൂന്നാമത്തെ കോളം തേർഡ് കോളം ഓവർ ഹെഡ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പ്രൈമറി ഓവർ ഹെഡ്, മൂന്നാമത്തെ കോളം പ്രൈമറി ഓവർ ഹെഡ്. നമ്മൾ നേരെ തിരിച്ചാണ് വരയ്ക്കുന്നത് കേട്ടോ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെയല്ല. ദെൻ ഇത് നേരെ തിരിച്ചാണ് നമ്മൾ പിന്നെ ഹെഡിങ് കൊടുക്കുന്നത്. ഫസ്റ്റ് കോളം ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ രണ്ടാമത്തെ കോളം ബേസിസ്, മൂന്നാമത്തെ കോളം പ്രൈമറി ഓവർ ഹെഡ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമതാണ് എഴുതേണ്ടത്. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവസാനം പറഞ്ഞാൽ ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ നമുക്കിവിടെ കിട്ടണം. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് നമ്മൾ എഴുതണം, എക്സും വൈ ലാസ്റ്റാണ് എഴുതുക. ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് എഴുതുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ആദ്യം എഴുതാൻ. ഓക്കെ, മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആദ്യം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയാണ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയല്ല നമ്മൾ ചെയ്യുക അല്ലേ. ആദ്യം മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എടുത്തു, അത് അപ്പോർഷൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു, അതിനുശേഷം എന്ത് ചെയ്യുക, ദെൻ നെക്സ്റ്റ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, റീ അപ്പോർഷൻ
ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഓർഡർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഏതാണ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ള ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ഇതിൽ 3 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോഴ്സ്, ദെൻ ടൈം കീപ്പിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് ദി മെയിൻ്റനൻസ്. വിച്ച് വൺ ഈസ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്? Here most service department means those departments which offers then more services to or services to more number of departments, more number of other departments. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഏത് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ മറ്റ് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സേവനം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ നോക്കിയാൽ മതി, എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അല്ലേ. ഇപ്പോൾ അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയലാണ് അല്ലേ. മെറ്റീരിയലാണ്, ആരൊക്കെയാണ് മെറ്റീരിയൽ ആവശ്യപ്പെടുന്നത് അവർക്ക് മെറ്റീരിയൽ കൊടുക്കലാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരൊക്കെയാണ് മെറ്റീരിയൽ ആവശ്യപ്പെടുന്നത് അവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ കൊടുക്കും അല്ലേ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് എന്തുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 24 ടൈംസ് അല്ലേ. നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സും ഓക്കെ, നമ്പർ ഓഫ് റിക്വസിഷൻ നോക്കിയേ, ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 24 ടൈംസ് അല്ല 24 തവണ റിക്വസിഷൻ ചെയ്തു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് ആര് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 24 തവണ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വൈക്ക് 20 ടൈംസ് റിക്വസിഷൻ ആവശ്യം കൊടുത്തു. ദെൻ സ്റ്റോഴ്സ് പിന്നെ അതാണ് മെറ്റീരിയൽ കൊടുത്തു. ദെൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. അതുപോലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് 6 തവണ ദെൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ടൂൾസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? അതായത് സ്റ്റോഴ്സ് റിക്വസിഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റോഴ്സ് റിക്വസിഷൻ കൊടുത്തിട്ടുള്ളത് അവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും ഡിപ്പാർട്ട്മെൻറ്റ് വൈയും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റും ആരുടെ അടുത്തുനിന്ന് സർവീസ് സ്വീകരിച്ചിട്ടുണ്ട്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്നും സർവീസ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then 3 departments receive services from the stores department. Therefore then the number of other departments to which the stores department provides services are 3. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി എന്താ? ടൈം കീപ്പിംഗ് നമ്മൾ പഠിച്ചല്ലോ, ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും അല്ലേ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടി എന്താണ്? അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യലാണ് അല്ലേ. ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദി എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുക, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. റെക്കോർഡിംഗ് ഓഫ് അറ്റൻഡൻസ് ടൈം ഓഫ് ദി എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എംപ്ലോയീസ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ അറ്റൻഡൻസ് ആരാണ് കീപ്പ് ചെയ്യുന്നത്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എംപ്ലോയീസ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒക്കെ ആര് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ദെൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് ഉണ്ട്. എക്സിലുണ്ട് 20, വൈയിൽ 15, സ്റ്റോഴ്സിൽ 10, ടൈം കീപ്പിംഗ് 8, ദെൻ മെയിൻ്റനൻസിൽ 5. അതായത് അതർ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോഴ്സ് എത്ര തന്നെ ഉള്ളൂ, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയുള്ളൂ, മറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് മോസ്റ്റ് സർവീസുകൾ? സ്റ്റോഴ്സ് ആണോ ടൈം കീപ്പിംഗ് ആണോ? ഇതിൽ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ടൈം കീപ്പിംഗ് മറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ കേസ് നോക്കി. നെക്സ്റ്റ് 3ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം, മെയിൻ്റനൻസ് അല്ലേ. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. മെയിൻ്റനൻസ് എന്തിൻ്റെ മെയിൻ്റനൻസ് ആണ്? മെഷീൻ്റെ മെയിൻ്റനൻസ് ആണ്. നോക്കാം ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ മെഷീൻ അവേഴ്സ് തന്നിട്ടുണ്ട്. മെഷീൻ അവേഴ്സ് അല്ലേ. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മെഷീൻ ഉണ്ട്? എക്സിലും വൈക്കും. അപ്പോൾ എക്സിൻ്റെയും വൈയിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ദെൻ ദ മെയിൻ്റനൻസ്
മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് സർവീസസ് ടു എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കുമാണ് ആര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു വിച്ച് സർവീസസ് ആർ പ്രൊവൈഡഡ് ആർ 2 അല്ലേ? എത്രയേ ഉള്ളൂ? 2 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് ഇവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റ് എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ സ്റ്റോഴ്സ് 3, ടൈം കീപ്പിംഗ് 4, മെയിൻ്റനൻസ് 2 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതാണ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്? ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് പറയുക മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം കീപ്പിംഗ് മോസ്റ്റ് സർവീസബിൾ. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് സർവീസബിൾ ഏതാണ്? സ്റ്റോഴ്സ്. ദെൻ മൂന്നാമത്തേത് വരും മെയിൻ്റനൻസ്. അപ്പോൾ ആ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇവിടെ നമ്മൾ ചെയ്യുന്ന ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് പേര് എഴുതാൻ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റാണ് ഫസ്റ്റ് കോളം. ആദ്യം ടൈം കീപ്പിംഗ്, ദെൻ സ്റ്റോഴ്സ്, ദെൻ മെയിൻ്റനൻസ്, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈ. ഏതാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC ആണ്. ABC പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതുക. അപ്പോൾ ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എഴുതണം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എഴുതുമ്പോൾ മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം എഴുതണം. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത് എഴുതണം. ദെൻ നെക്സ്റ്റ് മോസ്റ്റ് സർവീസ്. അങ്ങനെ ആ രീതിയിൽ വേണം എന്ത് ചെയ്യുക? ആ ഓർഡറിൽ വേണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദെൻ പേരുകൾ എഴുതാൻ. അതിനുശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഓർഡറിൽ എഴുതുക എക്സ് വൈ. ഇനി അപ്പോൾ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എഴുതി ഓർഡർ ക്യാൻസലാക്കി രണ്ടാമത്തെ കോളത്തിൽ ബേസിസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ മൂന്നാമത്തെ കോളത്തിൽ പ്രൈമറി ഓവർഹെഡ് എഴുതുക. പ്രൈമറി ഓവർഹെഡ് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടൈം കീപ്പിംഗ്. അതിനിപ്പോൾ നമ്മൾ ഓർഡർ മാത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എടുക്കുമ്പോൾ ടേബിളിലേക്ക് എടുത്തെഴുതുമ്പോൾ എന്ത് ചെയ്യുക? ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയ ഫിഗർ നോക്കിയിട്ട് മാത്രം എടുത്തെഴുതുക. ഓക്കെ, ആ ഓർഡറിലല്ല നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ടേബിളിലേക്ക് ദെൻ ഫിഗർ എടുത്തെഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് ഫിഗർ നോക്കിയിട്ട് എടുത്തെഴുതണം. ഓക്കെ, പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടൈം കീപ്പിംഗ് 6,000. ദെൻ സ്റ്റോഴ്സ് 7,500. ദെൻ മെയിൻ്റനൻസ് 4,500. ആ രീതിയിൽ തന്നെ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, ടൈം കീപ്പിംഗ് 6,000, സ്റ്റോഴ്സ് 7,500, മെയിൻ്റനൻസ് 4,500. ദെൻ എക്സും വൈയും. എക്സ് 36,000, വൈ 24,000. ഈ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടേതാണ് നമ്മളിവിടെ റീഅപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക 6,000. ഓക്കെ, ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 6,000. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? ടൈം കീപ്പിംഗ് ആണ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് നമ്മൾ ഏത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? ടൈം കീപ്പിംഗ് ആകുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് 6,000 ആണ് എമൗണ്ട്. ഈ 6,000-നെ എന്ത് ചെയ്യണം? മറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഓക്കെ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ മറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, എക്സ് വൈ. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള എംപ്ലോയീസിൻ്റെ ബേസിസിൽ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസ് എടുക്കുക. ഓക്കെ, ഓർഡർ എടുക്കുക. ശ്രദ്ധിക്കണം, ഏതാ? സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, എക്സ് വൈ. ആ ഓർഡറിൽ വേണം റേഷ്യോ നമ്മളിവിടെ എടുക്കാൻ. ഓക്കെ, നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കുമ്പോൾ സ്റ്റോഴ്സ് 10, ദെൻ മെയിൻ്റനൻസ് 5, എക്സ് 20, വൈ 15. ആ റേഷ്യോയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ റേഷ്യോ വരുമ്പോൾ എന്ത് ചെയ്യുക? 2:1:4:3. ആ റേഷ്യോയിലാണ് വരിക. ഓക്കെ, സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, എക്സ് വൈ ആ ഓർഡറിൽ എടുക്കണേ. അപ്പോൾ 2:1:4:3. ആ റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഈ 6,000-ന് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്യുകയാണ്. അപ്പോൾ 6,000 നെക്സ്റ്റ് കോളത്തിൽ അതേ ലൈനിൽ തന്നെ നെക്സ്റ്റ് കോളം കൊടുക്കുക. -6,000 ആയി കൊടുക്കുക. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ -6,000 അതിനെ അപ്പോർഷൻ ചെയ്യുക. അപ്പോർഷൻ ചെയ്യുമ്പോൾ സ്റ്റോഴ്സിന് 1,200, മെയിൻ്റനൻസിന് 600, എക്സിന് 2,400, വൈക്ക് 1,800. അപ്പോൾ ആ രീതിയിൽ അപ്പോർഷൻ ചെയ്യും. ഇനി നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക അല്ലേ? അപ്പോൾ ഇനി കോളം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴ്ത്തി വരയ്ക്കണം. സ്റ്റെപ്പ് ആദ്യത്തെ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് നമ്മൾ
ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരിഗണിക്കുന്നേ ഇല്ല അല്ലേ. എക്സ്ക്ലൂഡിങ് ദ ഫസ്റ്റ് വൺ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കി. ഇനി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് അല്ലേ. നോൺ റെസിപ്രോക്കലാണ്. ഇനി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എത്ര, ഇപ്പോൾ ഓൾറെഡി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 7,500 ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 1,200 ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് 1,200 കിട്ടി. അപ്പോൾ ടോട്ടൽ 8,700. ഈ 8,700 ആണ് നമ്മളിനി അപ്പോർഷൻ ചെയ്യുന്നത്. ഇനി ആർക്കാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സ്ക്ലൂഡിങ് ദ ഫസ്റ്റ് വൺ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സ്റ്റോഴ്സിൻ്റെ ഇനി 3 ഡിപ്പാർട്ട്മെൻറ്റുള്ള, ഒന്ന് മെയിൻ്റനൻസും എക്സും വൈക്കും. സ്റ്റോഴ്സിൻ്റേത് മെയിൻ്റനൻസിനും എക്സിനും വൈക്കും. ഏത് റേഷ്യോ? നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വിസിഷൻ. അപ്പം മെയിൻ്റനൻസ് ഈസ് ടു അല്ലേ 3, ദെൻ എക്സ് 12, വൈ 10. ഓക്കെ. അപ്പോൾ 3:12:10 എന്ന റേഷ്യോയിൽ മെയിൻ്റനൻസിനും എക്സിനും വൈക്കും റീഅപ്പോർഷൻ ചെയ്യുക. റീഅപ്പോർഷൻ 8,700. അപ്പോൾ കോളത്തിൽ മൈനസ് ആയിട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൽ 8,700. ഏതൊക്കെ? 1,044, 4,176, വൈക്ക് 3,480. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇനി അടുത്ത മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലാസ്റ്റ് അല്ലേ, മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. തേർഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണിത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. അപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് ആയി? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 4,500 പ്ലസ് 600 പ്ലസ് 1,044. അപ്പോൾ ടോട്ടൽ എത്രയായി? 6,144 ആയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ മൈനസ് ആക്കിയിട്ട് അത് കൊടുക്കുക. 6,144. അതിനാർക്കാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? എക്സിനും വൈക്കും. ഏത് റേഷ്യോയിൽ? മിഷൻ അവേഴ്സ് ബേസിൽ. ഓക്കെ, മിഷൻ അവേഴ്സിൽ കൊടുക്കുക. മിഷൻ അവേഴ്സിൽ 3:2 എക്സിൻ്റെയും വൈയുടെയും മിഷൻ അവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. മിഷൻ അവേഴ്സ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. മിഷൻ അവേഴ്സ് 18,000ഉം 12,000. 8ഉം 12ഉം. 8ഉം 12ഉം നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? 3ഉം 2 ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അതിനെ ഡിവൈഡ് ചെയ്യാം. 6,144നെ 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എക്സിനും വൈക്കും. അപ്പോൾ 3,686ഉം 2,458ഉം കിട്ടും. ഓക്കെ, ഇപ്പോൾ റീഅപ്പോർഷൻമെൻറ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഇനി എക്സിൻ്റെയും വൈയുടെയും ടോട്ടൽ ചെയ്യാം കേട്ടോ. നമുക്ക് അതിനാണല്ലോ ഇത് ചെയ്യുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ടോട്ടൽ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെയും കോളവും വൈയുടെ കോളവും ടോട്ടൽ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ 36,000, 22,400, 4,176, ദെൻ 3,686. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 46,262ഉം വൈയുടേത് 31,738ഉം കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെയും വൈയുടെയും ടോട്ടൽ ഓവർ ഹെഡ് നമുക്ക് കിട്ടും. അങ്ങനെ അപ്പോൾ അതിന് സ്റ്റെപ്പായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഏത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ.